നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തിന് വീണ്ടും ആശങ്ക ഉയർത്തി ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന ഒരു രോഗമാണിപ്പോൾ ഏവരെയും ഭീതിപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, ജമ്മു കാശ്മീരിലെ രജൌരി മേഖലയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അപൂർവ രോഗം ബാധിച്ച് 3 കുടുംബത്തിലെ 17 പേരടക്കം മരണപ്പെട്ടതിന് പിന്നാലെ കേന്ദ്ര ഉന്നത സംഘം അവിടെ നിരീക്ഷണം നടത്തുകയാണ്. ലോക്ക്ഡൗൺ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ പ്രത്യേകമായി മാറ്റിപ്പാർപ്പിച്ച് സാമ്പിളുകൾ എടുത്ത് പരിശോധന നടത്തുമ്പോഴാണ് പൂനെയിൽ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന അപൂർവ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത്. രോഗലക്ഷണങ്ങളുമായി 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. അതിൽ ഗുരുതര അസുഖമായ 26 പേർ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഈ സാഹചര്യത്തിൽ രോഗികൾക്ക് സർക്കാർ സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയാണ്. ഇപ്പോൾ 33 പുരുഷന്മാരും 68 സ്ത്രീകളുമാണ് രോഗലക്ഷണങ്ങളുമായി പല ആശുപത്രികളിലായി ചികിത്സയിലുള്ളത്. സോലാപൂരിൽ ഗില്ലൻ ബാരി സിൻഡ്രോം സംശയിക്കുന്ന ഒരാൾ മരണപ്പെട്ടുവെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. ഇതോടെ ഈ അസുഖം ബാധിച്ച് ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് ഈ രോഗം പടരാനായി തുടങ്ങിയതോടെ ആരോഗ്യവകുപ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും രൂപീകരിച്ചു കഴിഞ്ഞു. രോഗികളുടെ എണ്ണം കൂടുതലുള്ള മേഖലകളിൽ കൂടുതലായി എത്തി പരിശോധന നടത്തി ഇതിനെ കണ്ടെത്തുകയാണ് നിലവിലുള്ള ലക്ഷ്യവും. എന്നാൽ ഗില്ലൻ ബാരി സിൻഡ്രോം എന്നുള്ള വാക്ക് തന്നെ ആദ്യമായിട്ടാണ് ഒരു വിഭാഗം ആളുകൾ കേൾക്കുന്നത് പോലും. അപൂർവമായി തന്നെ സംഭവിക്കുന്ന ഒരു നാഡീരോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനമായ പെരിഫറൽ നാഡീ വ്യവസ്ഥയെ ആക്രമിക്കുന്ന അപൂർവമായ ഒരു ന്യൂറോളജിക്കൽ അവസ്ഥയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. വളരെ ഭീകരമായ വയറുവേദനയും വയറിളക്കവും ഒക്കെ തന്നെയാണ് ഇതിന് പ്രധാനമായി കാണുന്ന ലക്ഷണങ്ങൾ. ഒപ്പം തന്നെ ശാരീരിക ക്ഷമത നഷ്ടപ്പെടുക, ബലഹീനത, കൈകാലുകളിൽ മരവിപ്പ്, നടക്കാനോ ഇരിക്കാനോ പടികൾ കയറാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥ, ഉയർന്ന ഹൃദയമിടിപ്പുണ്ടാവുക, ശ്വാസതടസ്സമുണ്ടാവുക, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, വയറിളക്കം, ഛർദി, കഠിനമായ കേസുകളിൽ പക്ഷാഘാതം പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല രോഗികൾക്കും ആദ്യം കയ്യിലോ കാലിലോ ബലഹീനത അനുഭവപ്പെടും. പല കേസുകളിലും ലക്ഷണങ്ങൾ പ്രകടമാകാൻ 5 ദിവസങ്ങൾ പോലും പിന്നിടും. അതുകൊണ്ട് തന്നെ ഇത് തുടക്കത്തിലെ കണ്ടെത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്, വേണ്ട വിധത്തിലുള്ള ചികിത്സ നൽകുന്നതും. എന്തായിരുന്നാലും ഭരണകൂടം ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.